നിങ്ങളെല്ലാ വസ്തുവിലും, നിങ്ങളെ സമ്പത്തിലും, നിങ്ങളെ കച്ചവട സ്ഥാപനത്തിലും, മക്കളിലും എല്ലാം കാവല് തീർക്കാൻ പറ്റിയ, കവചം തീർക്കാൻ പറ്റിയ അത്ഭുതകരമായ ഇസ്മിനെ പറ്റി ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിച്ചാലോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടെത്തിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. ഈ ഇസ്മ ഹൃദയത്തോട് ചേർന്ന് വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും ഈ ഇസ്മ നിങ്ങൾക്ക് വലിയൊരു കാവലാണ്. മുഅ്മിനീങ്ങളെ, ചെറിയൊരു ഇസ്മാണ്. ഈ ഇസ്മിനെ പറ്റി ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് പഠിക്കാം. ഏതാണ് ആ ഇസ്മ, എത്ര എണ്ണത്തിലാണ് അത് ചൊല്ലേണ്ടത്, അതിന്റെ 7ഓളം മഹത്വങ്ങൾ നമുക്കിന്ന് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകളാണ് ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെയും നീ ഹാസിലാക്കണം അല്ലാഹ്. ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം അല്ലാഹ്. നീ സഫലീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഇസ്മിനെ പറ്റിയാണ്. അത്ഭുതകരമായിട്ടുള്ള ഇസ്മിനെ പറ്റിയാണ്. ഏതാണ് ഇസ്മ, എത്ര എണ്ണത്തിലാണ് അത് ചൊല്ലേണ്ടത്, ഏതാണ് അതിന്റെ അത്ഭുതകരമായിട്ടുള്ള 7ഓളം മഹത്വങ്ങൾ. ഈ ഇസ്മ ഈ എണ്ണത്തിൽ ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള 7ഓളം മഹത്വങ്ങൾ നമുക്കിന്ന് പഠിക്കാം. ചെറിയ സമയം കൊണ്ട്, നമ്മുടെ ചെറിയൊരു സമയം, നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങളെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ ചെറിയൊരു സമയം നിങ്ങളെ വിലപ്പെട്ട സമയമാണ്. അത് പായാവാത്ത രീതിയിൽ ചെറിയ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ അറിവ് നമുക്ക് കൈവരിക്കണം. ഈ സയ്യിദിയ മജ്ലിസിലൂടെ നമുക്ക് കൈവരിക്കണം. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മയെന്നും അതിന്റെ 7ഓളം മഹത്വങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം പറഞ്ഞ് എല്ലാവർക്കും അറിയുന്നത് പോലെ അസ്മാഉൽ ഹുസ്ന എല്ലാവരും ചൊല്ലുന്നതാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ്, ജീവിതത്തിൽ ചൊല്ലുന്നവരാണ്. പടച്ചതമ്പുരാന് 1000-ൽ പരം ഇസ്മുകളുണ്ട്, നാമങ്ങളുണ്ട്. അതിൽ നമുക്കറിയാവുന്നത് 99 നാമങ്ങളാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരിചയപ്പെടുത്തിയതും 99 നാമങ്ങളാണ്. 99 നാമങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ അഅറാഫിലൂടെ പറയുന്നത്. 180-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന വെച്ച് നിങ്ങൾ ദുആ ചെയ്യ്. ആ ദുആക്ക് വലിയ ഉത്തരമുണ്ട്. അതിന് ഞാൻ ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ നമ്മുടെ ഉണർത്തുകയാണ് മുഅ്മിനീങ്ങളെ. അസ്മാഉൽ ഹുസ്ന അത് പവർ തന്നെയാണ്. ഖുർആനിൽ വന്നതാണ്, ഹദീസുകൾ കൊണ്ടും അത് സ്ഥിരപ്പെട്ടതാണ് മുഅ്മിനീങ്ങളെ. അസ്മാഉൽ ഹുസ്നയുടെ പവർ ഒരു അത്ഭുതകരമായിട്ടുള്ള ചെറിയ നാമത്തിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അത് കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഇസ്മി എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കൺസൾട്ടിങ്ങുള്ള ഡേറ്റ്, ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന്. തങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇത്തരം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ ജീവിതം തള്ളി നീക്കുന്നത്. സിഹറിന്റെ പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, പൈശാചികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവര്, ശൈത്വാനിയത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വീട്ടിലും ഭൂമിയിലുമുള്ള പ്രയാസങ്ങൾ, പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, ഋതുപോക്ക്, തേരോട്ടം പോലുള്ള അതിന്റെ പ്രയാസങ്ങൾ ഭൂമിയിൽ അനുഭവിക്കുന്നവര്, ബ്രഹ്മരക്ഷസിന്റെയും സർപ്പദോഷത്തിന്റെയും പ്രയാസത്തിൽ ധാരാളം വർഷങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ധാരാളം ആളുകൾ സ്ഥിരമായി നമ്മൾ സമീപിക്കാറുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി എത്താറുണ്ട്. ധാരാളം ആളുകൾ ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം തിങ്കളാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. സകലമാന പ്രയാസങ്ങളും എടങ്ങേറുകളും ബലാഹുകളും ബുദ്ധിമുട്ടുകളും അല്ലാഹു ഞങ്ങൾക്ക് നീ തീർത്തു നൽകണം.
നൽകണല്ലോ. ജീവിതത്തിൽ വലിയ ഖൈറുകൾ അല്ലാഹു നീ അടുപ്പിക്കണല്ലോ. ഷർറുകൾ നീ തുടച്ചു നീക്കം ചെയ്യണല്ലോ. നീ തുടച്ചു നീക്കം ചെയ്യണേ തമ്പുരാനെ. ഏതാണ് മുഅ്മിനീങ്ങളെ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ? ഏതാണ് ആ ഇസ്മിന്റെ 7ഓളം മഹത്വങ്ങൾ? ആ മഹത്വങ്ങൾ നമുക്കൊന്ന് പറയാം. ആദ്യം നമുക്ക് ആ മഹത്വങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ഇസ്മ ആരെങ്കിലും ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന ഒന്നാമത്തെ നേട്ടം അവനക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ ഇടങ്ങേറിൽ നിന്നും, എല്ലാ മുസീബത്തുകളിൽ നിന്നും, എല്ലാ പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ നിന്നും വലിയ കവചമുണ്ടാകും. ആർക്കും അവനെ തൊടാൻ കഴിയൂല. എല്ലാത്തിനും വലിയൊരു കവചമുണ്ടാകും. ഇടങ്ങേറുകള് അവനെ കൊള്ള വരൂല, ബുദ്ധിമുട്ടുകള് അവനെ കൊള്ള വരൂല. എല്ലാത്തിനും വലിയൊരു സംരക്ഷണം അല്ലാഹു നമുക്ക് നൽകും. ഒരു കവചം അല്ലാഹു നമ്മിൽ തീർക്കപ്പെടുമെന്നും മുഅ്മിനീങ്ങളെ ഈ ഇസ്മ ആരെങ്കിലും ചൊല്ലിയാൽ, അസ്മാഉൽ ഹുസ്ന പവറാണല്ലോ. അസ്മാഉൽ ഹുസ്നയുടെ റിയാളുകൾ വീട്ടിയവരുണ്ടാകാം. അത് പവറാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ അമൽ ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ചോദിക്ക്, നിങ്ങൾക്ക് ഉത്തരണ്ടാകും. രണ്ടാമതായിട്ടുള്ള മഹത്വം, രണ്ടാമതായി ഈ ഇസ്മ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാകും. ഇബാദത്തിന് ഒരു മടിയോ ഒരു പ്രയാസമില്ലാതെ അവൻ മുന്നിട്ട് വരും. ചില ആളുകൾ പറയാറുണ്ട്, നിസ്കരിക്കാൻ വല്ലാത്ത മടിയാണ്, നിസ്കരിക്കാൻ നിൽക്കുമ്പോ കോട്ടുവായിടുകയാണ്, ഓതാൻ നിൽക്കുമ്പോൾ ഉറക്കം വരികയാണ്. അങ്ങനെ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. ശൈത്വാനിയത്തിന്റെ ശല്യങ്ങള്, പൈശാചികമായിട്ടുള്ള ഷർറുകള്, ഇത്തരം ഷർറുകള് അവനക്ക് ഉണ്ടാവൂല. ഈ ഇസ്മ ചൊല്ലിയാൽ അവനക്ക് ഇബാദത്തിനോട് വലിയൊരു ത്വര ഉണ്ടാകും, വലിയൊരു ആവേശം ഉണ്ടാവും. ഇബാദത്തുകൾ ചെയ്യാൻ, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് നല്ലൊരു ആവേശമുണ്ടാകും. മൂന്നാമതായിട്ടുള്ള മഹത്വം നമ്മൾ വേഗം പറഞ്ഞു പോവാണ്. ആകെ വലിച്ചു നീട്ടി നിങ്ങളെ വിലപ്പെട്ട സമയത്തെ പായാക്കുന്നില്ല. മൂന്നാമതായിട്ടുള്ള മഹത്വം, മോഷ്ടാക്കളിൽ നിന്നും വലിയ കാവൽ, മോഷ്ടാക്കളിൽ നിന്നും, കള്ളന്മാരിൽ നിന്നും, പിടിച്ചുപറിക്കാരിൽ നിന്നും വലിയ കാവലുണ്ടാകും. നമ്മൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് അല്ലേ സഹോദരിമാര്, എത്രയോ ആളുകളാണ് മാല കവർന്നു പോകുന്നത്, എടുത്തു പറിച്ചു പോകുന്നവര് അല്ലേ. മോഷ്ടാക്കളിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് മോഷ്ടാക്കൾ വന്നുകൊണ്ട് കവർന്നു പോകുന്ന എത്രയോ വാർത്തകളാണ് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നത്. കുട്ടിയുടെ കാലിൽ നിന്നും പൊട്ടിച്ചുപോയി, മാല പൊട്ടിച്ചുപോയി, അല്ലെങ്കിൽ മോഷ്ടിച്ചുപോയി, സ്വർണം മോഷ്ടിക്കപ്പെട്ടു, സമ്പത്ത് മോഷ്ടിക്കപ്പെട്ടു. കള്ളന്മാരിൽ നിന്നും മോഷ്ടാക്കളിൽ നിന്നും വലിയ കാവൽ കിട്ടാൻ ഈ ഇസ്മ മദിയന്റെ മുഅ്മിനീങ്ങളെ. ഈ ഇസ്മിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ വലിയ കാവലുണ്ടാകും. ജീവിതത്തിൽ എല്ലായിടത്തും നിങ്ങൾക്ക് കാവലാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഇസ്മ. ഈ ഇസ്മിനെ ആരെങ്കിലും പതിവാക്കിയാൽ അവനക്ക് കിട്ടുന്ന നാലാമതായിട്ടുള്ള നേട്ടം, എല്ലായിടത്തും നിനക്ക് അംഗീകാരം ഉണ്ടാകും, നിനക്ക് മതിപ്പുണ്ടാകും. ആരും നിന്നെ കുറ്റം പറയൂല. അയൽവാസികള് ഞാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോയേക്കും അവര് തമ്മിൽ പലതും പറയാണ്, എന്നെ പറ്റി കുറ്റം പറയാണ്. അവർക്ക് എന്നെ പറ്റി കുറ്റം പറയാനോ സമയമുള്ളൂ തങ്ങളെ എന്ന് സങ്കടം പറയുന്നവരുണ്ട്. എന്നെ ആർക്കും ഇഷ്ടല്ല, എന്റെ ആർക്കും എന്നെ കണ്ടൂടാ. ഭർത്താവിന് കണ്ടൂടാ, മക്കൾക്ക് കണ്ടൂടാ, നാത്തൂമാർക്ക് കണ്ടൂടാ, ഇളച്ചിമാർക്ക് കണ്ടൂടാ, മുത്തച്ഛിമാർക്ക് കണ്ടൂടാ. എല്ലാവർക്കും എന്നോടൊരു വെറുപ്പാണ്. ചില ആളുകൾ പറയുന്നവരുണ്ട്, ഈ ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും നിനക്ക് സ്ഥാനം ഉണ്ടാവും. ആ കുടുംബത്തിലും നാട്ടിലും എല്ലായിടത്തും നിനക്കൊരു അംഗീകാരം ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയാണ്. വെറുതെ പറയൂലട്ടോ. മഹത്തുക്കളായ പണ്ഡിതന്മാർ അവര് കിതാബുകളിൽ രേഖപ്പെടുത്തിയതാണ്. ഈ ഇസ്മിന്റെ മഹത്വം പറയുന്നിടത്ത് പറഞ്ഞതാണ് മുഅ്മിനീങ്ങളെ. ഇത് മുജറബാണ്, ഇത് അനുഭവസ്ഥര്, ഇത് മഹാന്മാര് ചൊല്ലി അവർക്ക് ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. ഇത് മഹാന്മാര് ചൊല്ലാൻ കൊടുത്തവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് അവർ കിതാബുകൾ രേഖപ്പെടുത്തിയത്. അല്ലാതെ വെറുതെ രേഖപ്പെടുത്തൂല മുഅ്മിനീങ്ങളെ. അഞ്ചാമതായിട്ടുള്ള മഹത്വം, നഷ്ടപ്പെട്ട കാര്യം എന്തുമാകട്ടെ, സ്വർണമാകട്ടെ, പണമാകട്ടെ, എന്ത് കാര്യങ്ങളും ചില ആളുകളൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങളെ ഇത്ര കാലമായി എൻ്റെ ഒരു
ആഭരണം ഞാൻ അലമാറയിൽ വെച്ചതായിരുന്നു, സെൽഫിൽ വെച്ചതായിരുന്നു. ഇപ്പൊ ഞാൻ തുറക്കുമ്പോ കാണില്ല. എല്ലാം ഞങ്ങൾ കല്യാണത്തിന് പോയതായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും മകളുടെ അരഞ്ഞാണം കാണുന്നില്ല, അല്ലെങ്കിൽ മകളുടെ പാദസരം കാണുന്നില്ല. ഇത്രയും പവനുണ്ട്, ഇപ്പത്തെ സ്വർണ്ണവിലക്ക് നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിച്ച് സങ്കടം പറയുന്നവരുണ്ട്. കളഞ്ഞു പോയ എന്ത് വസ്തുവാകട്ടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണോ? അത് നിങ്ങളെ കയ്യിൽ തന്നെ തിരിച്ചെത്തണം. നിങ്ങളെ കയ്യിൽ തന്നെ തിരിച്ചെത്തണോ? ഇൻഷാ അല്ലാഹ് ഈസ്മ ചൊല്ലിക്കോ. ഇതൊരു പവറാണ്, പവർഫുൾ ആണ്. മുത്തുമിനീങ്ങളെ അല്ലാഹുവിനെ സ്വീകരിക്കണം, അല്ലാഹ് കബൂലാക്കണേ തമ്പുരാനെ. ആറാമതായിട്ടുള്ള മഹത്വം, ചില ആളുകളൊക്കെ വീട് അടച്ചു പോകാറുണ്ട് അല്ലേ? കുറെ ദിവസങ്ങൾക്ക് വീട് അടച്ചു പോകാറുണ്ട്. വീടിന് കാവല് കിട്ടണം, അല്ലെങ്കിൽ വാഹനം ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ പോകാറുണ്ട്. അതിനൊക്കെ ഒരു സ്ഥലത്ത് നമ്മളുടെ എന്ത് വസ്തു വെച്ചാലും, വിലപ്പെട്ട എന്ത് വസ്തു ഒരു സ്ഥലത്ത് വെച്ച് പോകുകയാണെങ്കിലും അതിന് വലിയൊരു കാവലുണ്ടാകണം, അതിന് വലിയൊരു സംരക്ഷണം ഉണ്ടാവണം. ഈ ഒരു ഇസ്മ ചൊല്ലി മന്ത്രിച്ചു പോയി കഴിഞ്ഞാൽ, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ഒരാഴ്ചക്ക് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ വരൂല. ഈ ഇസ്മിനെ മന്ത്രിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആ വീട്ടിന് വലിയ കാവലാണ്. ഇന്നാലിന്റെ ഒരു വസ്തു, അത് വാഹനമായിക്കോട്ടെ, വേറെന്ത് വസ്തുവായിക്കോട്ടെ, അത് നമ്മളൊരു ഭാഗത്ത് വെച്ച് നമ്മൾ യാത്ര തിരിക്കുകയാണ്. മന്ത്രിച്ചോ, അത് നീ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു ആപത്തുമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ നീ എങ്ങനെയാണോ വെച്ച് പോയത് അതുപോലെ ഉണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്രയും അത്ഭുതകരമായിട്ടുള്ള ഇസ്മാണ് ഈ ഒരു ഇസ്മ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഈ ഇസ്മങ്ങളെ കേൾക്കുമ്പോ അല്ലാഹ് ഞങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണല്ലോ. ഞങ്ങൾ വീടടച്ച് ഞങ്ങൾ പോകാറുണ്ട്, ഞങ്ങളെ ജോലി സ്ഥലത്തേക്ക് പോകാറുണ്ട് അല്ലേ? പോകുന്നവരുണ്ട്. ആഴ്ചക്കും മാസത്തിനും വീടടച്ചു പോകുന്നവരുണ്ട്, ജോലി സ്ഥലത്തേക്ക് വീടടച്ചു പോകുന്നവരുണ്ട്. എല്ലാ വാഹനങ്ങളും നിർത്തിയിട്ട് ട്രെയിനിന് സഞ്ചരിക്കുന്നവരുണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അവർക്കൊന്നും ഇത് ചൊല്ലാം. നിങ്ങളെ കളഞ്ഞുപോയ വസ്തു വിട്ടാൻ ഇത് ചൊല്ലാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണ്. ഏഴാമത്തായിട്ടുള്ള അവസാനമായിട്ടുള്ള നേട്ടം, ധാരാളം എൻ്റെ സഹോദരിമാര് ഗർഭിണികളാണ്, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവിന് സുഖപ്രസവം നീ കൊടുക്കണം അല്ലാഹ്, സുഖപ്രസവം നീ കൊടുക്കണം അല്ലാഹ്. മക്കൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ, ഗർഭസ്ഥ ശിശുവിന് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ, ഒരു ബുദ്ധിമുട്ടോ ഒരു ഇടങ്ങേറും ഇല്ലാതിരിക്കാൻ, നല്ല സുഖപ്രസവം കിട്ടാൻ അല്ലേ ആഗ്രഹിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട്. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവര്. ഈ ഒരു ഇസ്മിനെ കൊണ്ട് ഒരു അമൽ ഞാൻ പറഞ്ഞു തരട്ടെ, സുഖപ്രസവം ഉണ്ടാവാൻ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഇല്ലാതിരിക്കാൻ, കുഞ്ഞിന് പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ ഡോക്ടർമാർ ഇന്നാലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. മറുതായത്താണ്, പ്രസവിക്കാൻ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, വളർച്ച കുറവാണ്, അങ്ങനെയൊക്കെ പറയുന്ന ധാരാളം കേസുകളുണ്ട്. നമ്മുടെ അടുത്തേക്ക് തന്നെ വരാറുണ്ട്. ഒരു പ്രയാസം ഇല്ലാതിരിക്കാൻ എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷം ഗർഭിണികള് 7 പ്രാവശ്യം, ചെറിയൊരു ഇസ്മ 7 പ്രാവശ്യം ചൊല്ലി കൈകളിൽ ഊതി വയറിൽ തടവിയാൽ നിങ്ങൾക്ക് സുഖപ്രസവം ഉണ്ടാകും. ഗർഭസ്ഥ ശിശുവിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും, ചില ഡോക്ടർമാർ പറയാറുണ്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കും. അവസാനമായിട്ട് ഒരു വാക്ക് പറയാറുണ്ട്, മിറാക്കിൾ സംഭവിക്കണം, അത്ഭുതം സംഭവിക്കണം. നമ്മുടെ തേക്കിന് ധാരാളം കേസുകൾ വന്നിട്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, അവരൊരു നോട്ടം കൊണ്ട്, അവരുടെ കാവല് കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇസ്മുകളായിട്ടും ദിക്റുകളായിട്ടും ആയത്തുകളായിട്ടും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, സൂറത്തുകളായും പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരത് പതിവാക്കും. അപ്പൊ അത്ഭുതം സംഭവിക്കും, മിറാക്കിൾ സംഭവിക്കാറുണ്ട്. ധാരാളം കേസുകളാണ്. അങ്ങനെ ഗർഭസ്ഥ അവസ്ഥയിൽ സുഖപ്രസവം ഉണ്ടാവണോ? ഈ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഈ
അത്ഭുതകരമായിട്ടുള്ള ഇസ്മ ചൊല്ലി കൈകളിൽ ഊതി 7 പ്രാവശ്യം ചൊല്ലി കൈകളിൽ ഊതി തടവിയാൽ സുഖപ്രസവം ഉണ്ടാവും. മക്കളോട് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ മരുമക്കളോട് പറഞ്ഞു കൊടുക്ക്. ആരാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അവരോട് പറഞ്ഞു കൊടുക്ക് ഈ അമലിനെ ചെയ്യാൻ പ്രസവത്തിന് പോകുന്നത് വരെ ഈ അമലിനെ പതിവാക്കുന്ന നിങ്ങളെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര എണ്ണത്തിലാണ് ഞങ്ങൾ ഇത് ചൊല്ലേണ്ടത് മറ്റുള്ള മഹത്വങ്ങളൊക്കെ കിട്ടാൻ. 7ാമത്തെ മഹത്വം സുഖപ്രസവം കിട്ടാനാണ്. മറ്റുള്ള 6 മഹത്വം കിട്ടാൻ എത്ര വട്ടമാണ് ചൊല്ലേണ്ടത്, എത്ര വട്ടമാണ് ഇസ്മിനെ ചൊല്ലേണ്ടത്? എന്നും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു 100 പ്രാവശ്യം, കുറഞ്ഞത് ഒരു 100 പ്രാവശ്യം നിങ്ങൾ ചൊല്ലണം. തയ്യാറല്ലേ ഉമ്മമാരെ, എൻ്റെ പെങ്ങന്മാരെ, നിങ്ങൾ തയ്യാറല്ലേ? എത്ര സമയം വേണം? ചുരുങ്ങിയ സമയം മതി. യാ റഖീബു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ്. ആത്മാർത്ഥമായി, അല്ലാതെ യാ റഖീബ് 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 പോരാ, അത് പോരാ മുത്തമിനീങ്ങളെ. യാ റഖീബു യാ അല്ലാഹ് അങ്ങനെ തന്നെ ചൊല്ല്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ഇസ്മിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ഈ ഇസ്മിനെ കൊണ്ട് അമലെടുക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണം. അല്ലാഹ് അസ്മാഉൽ ഹുസ്ന ജീവിതത്തിൽ പതിവാക്കുന്നവന് അവൻ ഈമാനോട് കൂടിയല്ലാതെ അവൻ മരണപ്പെടൂല. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അസ്മാഉൽ ഹുസ്നയെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. അതുകൊണ്ട് നിനക്ക് വിജയം ഉണ്ടാകും. എല്ലായിടത്തും വിജയം ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മളെ സയ്യിദിയ മജ്ലിസ് 5:30 മജ്ലിസ് എല്ലാവരും പങ്കെടുക്കുക. ദുആക്ക് വലിയ ഉത്തരം കിട്ടുന്ന വലിയ മജ്ലിസാണ്. ഈ ചാനലിൽ തന്നെയാണ് ഈ വിനീത് നടത്തുന്ന വലിയ മജ്ലിസാണ്. അല്ലാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് കബൂലാക്കണേ തമ്പുരാനേ.